പ്രഭേ, അങ്ങനെ നമ്മൾ വീണ്ടും ജോർജ് കുട്ടിയുടെ വീടിന് മുമ്പിൽ എത്തിയിരിക്കുന്നു. അതെ. ഈ പ്രാവശ്യമെങ്കിലും നമ്മുടെ മോന്റെ കേസ് ഒന്ന് തെളിഞ്ഞാ മതിയായിരുന്നു. അതെ ഗീത. ഹലോ, കൺട്രോൾ റൂം. ഗീത, എന്റെ കൺട്രോളും പോയിരിക്കുകയാണ്. നല്ല മഴ വരുന്നുണ്ട്. നമുക്ക് വീട് വരുന്നു പോയിട്ട് വന്നാൽ. എന്തൊക്കെയാ പ്രഭയൊക്കെ പറയുന്നേ? എപ്പോ നോക്കിയാലും വീട് വീട് വീട്. ഹലോ, ഞങ്ങൾ ജോർജ് കുട്ടിയുടെ വീടിന് മുമ്പിലെത്തി. ഇവിടെ ജോർജ് കുട്ടിയും കുടുംബവും ഇല്ല. ജോർജ് കുട്ടി എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ആരോടൊക്കെ സംസാരിക്കുന്നു എന്നുള്ള എന്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് അപ്പാപ്പ കിട്ടണം. ഗീത, എന്നാ ഞാൻ കടയിൽ വരുന്നു പോയിട്ട് വരട്ടെ. എന്തിന്? അപ്പാപ്പം മേടിക്കണ്ടേ? അത് ബേക്കറിലെ കിട്ടൂ. എന്ത്? സിപ്പപ്പേ. എന്റെ പ്രഭ ഒന്നും മിണ്ടാതിരിക്കേ, അല്ലെങ്കിൽ ഈ വീട്ടിൽ ആരുമില്ല. അതാ ഗീത ഞാൻ പറഞ്ഞത്, നമുക്ക് വീട് വരുന്നു പോയിട്ട് വരാമെന്ന്. എന്തിനാന്ന്? പോയി കോളിമ്പലും ഞെക്കണ്ടേ? ഓരോ കോളിമ്പലും ഞെക്കുമ്പോഴും എന്റെ മകൻ വരുണിന്റെ ശബ്ദമായിട്ടാണ് എന്റെ കാതുകളിൽ വന്ന് പതിക്കുന്നത്. വേണ്ട, ഇപ്പൊ വീട്ടിൽ പോകണ്ട. എനിക്കറിയാം ഗീത, നീ അത് പറയൂന്ന്. അതുകൊണ്ട് ഞാൻ കോളിമ്പൽ ഇളക്കി പോക്കറ്റ് വെച്ചോണ്ട് നടക്കുക. എന്തിനാന്ന്? ഇടയ്ക്കിടയ്ക്ക് ഞെക്കാനേ. മോനെ വരുണേ, നീ എവിടെയായത്? എന്റെ പ്രഭ ഒന്നും മിണ്ടാതിരിക്കേ. ആ ജോർജ് കുട്ടീനെങ്ങാനും എന്റെ കൈ കിട്ടിയ എന്റെ കൈയുടെ ചൂട് അവനറിയും. ഗീത, അത് ജോർജ് കുട്ടിയാണ്. അല്ല, നിന്റെ കൈയുടെ ചൂടറിയാൻ കിഴങ്ങൻ ഭർത്താവല്ലത്. ഈ സമയത്ത് ഇങ്ങനെ തമാശ പറയല്ലേ എന്റെ പ്രഭ. ഇല്ല ഗീത, ഞാൻ ഈ കേസ് എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചോട്ടെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം ഗീത? ഒരു കാര്യം ചെയ്, ഫിഗറേ ശരിയല്ല, ആ സിദ്ദിഖിന്റെ ശബ്ദമെങ്കിലും ഒന്ന് പോയി പഠിക്കും. തോളിലെ നക്ഷത്രത്തിന്റെ തിളക്കവും അധികാരത്തിന്റെ ഗർഭവും. അധികാരത്തിന്റെ ഗർഭവും. ഗീത, ഈ ഗർഭത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ നമ്മുടെ മകൻ വരുണ ചിലപ്പോ തിരിച്ചു വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമുക്കൊന്നും കൂടെ ട്രൈ ചെയ്താലോ? വരുണെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്താലോ എന്ന്. ട്രൈ ചെയ്താ നടന്നു. ഞാൻ ട്രൈ ചെയ്യും. വാ പ്രഭ, നമുക്ക് എന്തെങ്കിലും തെളിവ് കിട്ടുമോ നോക്കാം. അത് നോക്കാം ഗീത. എന്തോ? IG ഗീത പ്രഭാകരും അവരുടെ ഭർത്താവ് ഇവിടെ ഉണ്ട്. നമ്മളെ എങ്ങനെയെങ്കിലും കുരുക്കാനുള്ള പരിപാടി അവരുത്. ഒരിക്കലും വിട്ടുകൊടുക്കരുത്. അവർ നിന്നെ തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചു നിൽക്കും. അയ്യോ ചേട്ടാ, തിരിച്ചു മറിച്ചു വിട്ട എന്റെ കുടലും അറിയൂലേ? നീ ചാവണം. ഇനി അതല്ല, അവര് പല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കും. അതിൽ നിന്നൊക്കെ നമ്മൾ വഴുതി മാറണം. ഓഗസ്റ്റ് 2-ാം തീയതി എവിടെയായിരുന്നു ചോദിച്ചാ നീ എന്ത് പറയും? സേവനവരായിരുന്നു. അത് ഒക്ടോബർ 2. ഓഗസ്റ്റ് 2-ാം തീയതി എവിടെയെന്ന് ചോദിച്ചാൽ എന്ത് പറയും? പാരിപ്പള്ളി പോയെന്നോ? പാരിപ്പള്ളി നിന്റെ കുഞ്ഞു പേരിക്കലാണ്. പാറേപ്പള്ളി. അതെ, പാറേപ്പള്ളിയിൽ ധ്യാനത്തിന് പോയി എന്ന് തന്നെ പറയണം. അത് കഴിഞ്ഞ് അവരെന്തെങ്കിലും ചോദിച്ചാൽ എന്ത് പറയും? നമ്മൾ സിനിമയ്ക്ക് പോയി എന്ന് പറയും. ഓക്കെ, അത് കൊള്ളാം. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ അവർ മറ്റെന്തെങ്കിലും ചോദിച്ചാൽ എന്ത് പറയും? എന്നാ താൻ കേസ് കൊടു. കേസ് കൊടുത്ത് റിമാൻഡ് ചെയ്യൂലേ? അയ്യോ അതല്ല ചേട്ടാ, നമ്മൾ കണ്ട സിനിമയുടെ പേരാ. ഓക്കെ, എന്നാ താൻ കേസ് കൊടു എന്ന പേര് പറയണ്ട, വേറെ ഏതെങ്കിലും പേര് പറ. എന്നാ ആവേശം കണ്ടു എന്ന് പറയാം. 9 കൊല്ലം മുമ്പ് നടന്ന കേസിലാണ് ഈ 2 മാസം മുമ്പ് റിലീസായ പടത്തിന്റെ പേര് പറയുന്നത്. അതിന്റെ ആവേശമല്ല, ജയന്റെ ആവേശം. എടി, ജയന്റെ ആവേശം തിയേറ്ററിൽ മാറിയിട്ട് 45 വർഷമായി. ഇപ്പൊ അത് യൂട്യൂബിലേ ഉള്ളൂ. പിന്നെ എന്ത് പറയും ചേട്ടാ? നീ ഓരോന്ന് ഒപ്പിച്ച് എന്നെ അകത്താക്കരുത്. എന്റേതൊരു ചെറിയ കുടുംബമാണ്. ഓ, അപ്പൊ നിങ്ങൾക്ക് വേറെ കുടുംബമുണ്ട്? അതല്ല, നമ്മുടെ ഒരു കൊച്ചു കുടുംബമാണെന്ന്. അതെങ്ങനെ കൊച്ചു കുടുംബമാവും? അപ്പൊ നമ്മളെ 2 മക്കളോ? അണിയമ്മ കൈ ചോദിക്കോ. നമ്മുടെ ഈ തോളിന്റെ നക്ഷത്രത്തിന്റെ തിളക്കവും അധികാരത്തിന്റെ ഗർഭവും. വരുൺ എന്ന് പറയുന്നത് എന്റെ മകനാണ്. അവനെ എവിടെയാണോ തിരക്കണം. അയാളുടെ മകൻ നഷ്ടപ്പെട്ട വേദനയിൽ അയാൾക്ക് ഭ്രാന്തായിരിക്കുകയാണ്. എന്തിനാണ് ഒലക്കി കടിക്കാൻ പോയത്? വേണ്ടായിരുന്നല്ലേ ഏട്ടാ? ഓരോ കോളുമ്പൽ അടിക്കുമ്പോഴും എന്റെ മകൻ വരുണിന്റെ ശബ്ദമായിട്ടാണ് എന്റെ കാതുകൾ വന്ന് പതിക്കുന്നത്. മകന്റെ DNA ടെസ്റ്റ് എടുക്കണം. എന്റെ മകനാണോന്ന് അറിയുന്നത്. ജോർജുടി, നിങ്ങൾ ഇത്ര നേരം എവിടെ പോയിരുന്നു? ഞാൻ അകന്ന ബന്ധുവിന്റെ ഒരു കല്യാണത്തിന് പോയിരുന്നു. ഈ അകന്ന ബന്ധു എന്ന് പറയുമ്പോ അപ്പന്റെ ചേട്ടന്റെ മകന്റെ കല്യാണം. അത് അകന്ന ബന്ധുവല്ലോ, അത് അടുത്ത ബന്ധുവല്ലേ? അമ്മ പ്രസവിച്ചപ്പോ ശുശ്രൂഷിക്കാൻ വന്ന വയറ്റാട്ടിയുമായി അപ്പന്റെ ചേട്ടൻ ഒളിച്ചോടിപ്പോയി. അന്ന് പോലും ഞങ്ങൾ കുടുംബങ്ങൾ അകന്ന കഴിഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അകന്ന ബന്ധു എന്ന് പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന് അധികാരത്തിന്റെ ഗർഭവും ഉണ്ടായിരുന്നല്ലേ? ശരി, ആ ഭാഗ്യവാൻ. ജോർജുടി, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ എനിക്ക് കറക്റ്റ് ആയി ഉത്തരം തന്നോളാം. എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടാകുമോ മാഡം? നീ അധികം കടന്ന് അങ്ങ് നെഗളിക്കല്ലേ. വെറും ഒരു 4-ാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ല നിനക്ക്. എന്റെ കാര്യമൊക്കെ വിളിച്ച് പറയാതെ പ്രഭ. ഞാൻ പ്രഭയുടെ കാര്യമല്ല പറഞ്ഞു. വെറും ഒരു 4-ാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ല നിനക്ക്. മാഡത്തിന് തെറ്റി. ഞാൻ വെറും ഒരു 4-ാം ക്ലാസ്സാണെന്ന് ആരാ പറഞ്ഞത്? പിന്നെ ഞാൻ 4-ാം ക്ലാസ്സും ഗുസ്തിയുമാണ്. നമുക്ക് വിട്ടുപോകാം. അവൻ ഗുസ്തിയാന്ന് എനിക്ക് പേടിയാ. ഒന്ന്
ഒന്ന് മിണ്ടാതിരിക്കുന്ന പ്രഭ. ഓക്കെ ജോർജൂട്ടി, എന്താ? ഞാൻ അവസാനമായിട്ട് നിന്നോട് ചോദിക്കാം. അതിന് മേഡം ആദ്യമായിട്ടൊന്നും ചോദിച്ചില്ലല്ലോ. അതല്ല, ഞങ്ങളുടെ മകൻ ജീവിച്ചിരിപ്പുണ്ടോ? ഞങ്ങൾ അടുത്ത ആഴ്ച അമേരിക്കയ്ക്ക് പോവാ. ഗീത, നീ അമേരിക്കയിലെ പെട്രോൾ പമ്പിൽ എന്നെ ജോലി കീർത്താൻ കൊണ്ടുപോവാണോ? ഓക്കെ ഓക്കെ, ഒന്ന് പറ എന്റെ ജോർജൂട്ടി. മേഡം, വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കഴിഞ്ഞിരുന്ന ഒരു കൊച്ചു കുടുംബമാണ് എന്റേത്. അവിടേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു. അതിഥി നിങ്ങൾ എന്ത് ചെയ്തു? ബാബാ സുരേഷിനെ വിളിച്ചു വരുത്തി ചാക്കിലായി കൊണ്ടുപോയി. പാലോട് വരത്തില്ലടി തുറന്നു വിട്ടത്. പെരിങ്ങമലയല്ലേ? പാലോട് അല്ല, പാലോടാണ് തുറന്നു വിട്ടത്. അപ്പൊ എടച്ചു പോയി പോയപ്പോ ആ അതിഥിയുടെ കാര്യമല്ല ഞാൻ ഈ ചോദിക്കുന്നേ. ഓ മേഡം ചോദിച്ചു നമ്മുടെ വീട്ടിലെ ജോലിക്ക് ഇന്ന് രാജുബായി. അതിഥി തൊഴിലാളി അതെ അതെ. ഓ, from ജാർഖണ്ഡ്. എടോ, ആ അതിഥിയുടെ കാര്യമല്ലോ ഞാൻ പറയുന്നേ. ഒരുപാട് അസുഖം കയറി വരുന്നത് KTDCയുടെ ടൂറിസ്റ്റ് ഹോമല്ലേ മേഡം. പാവം ജോർജ് കുട്ടിയുടെ വീടാണ്. കുട്ടി ജോർജേ, ജോർജ്. ജോർജ് കുട്ടി, ഒരു മകൻ നഷ്ടപ്പെട്ട അമ്മയുടെ വേദന നിങ്ങൾക്ക് അറിയില്ല. സാർ, നിങ്ങളെപ്പോലെ വലിയ വിശാലത എനിക്കില്ല. നിങ്ങൾ വലിയൊരു മനുഷ്യനാണ്. ആര്, ഞാനോ? ഷർട്ടിന്റെ അളവ് എത്ര? 42. എനിക്ക് 32 ആണല്ലോ. അയ്യോ, അപ്പൊ സാറാണല്ലോ ചെറുത്. നിങ്ങളപ്പോ വലുത്. ഞാനാ വലിയൊരു. നിങ്ങൾ വലിയ മനുഷ്യല്ലേ? എന്റെ പഴയ ചെറുതായ ഷർട്ടും പാന്റും കൊണ്ട് സാറിന് എടുത്ത് കൊടുക്കും. വലിയ മനുഷ്യൻ പുള്ളിയാന്ന്. പ്രഭേ, ഒന്ന് ഇങ്ങോട്ട് നീങ്ങേ. ഓക്കെ ഗീത, നീ ജയിച്ചു എന്ന് നീ വിചാരിക്കണ്ട. ജയിച്ചെങ്കിൽ 5ാം ക്ലാസ്സിൽ പോയിരിക്കില്ല. അവരില് 4ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയത്. അങ്ങനെ ഞാൻ തോറ്റു എന്നൊന്നും നീ വിചാരിക്കണ്ട. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞങ്ങൾ കേരള പോലീസുകാർ സഹായം തേടുന്ന ഒരു വിഭാഗമുണ്ട്. എനിക്കറിയാം. ടോൾ ഫ്രീ നമ്പറായ 1867 വിളിക്കുക. ഓ, ടോൾ ഫ്രീ നമ്പർ ഒന്നും അല്ല. പിന്നെ ആര്? ഓജോ ബോർഡ്. ജോജു ജോർജിന് ബോർഡൊക്കെ ഉണ്ടോ? ഓ, ജോജു ജോർജ് അല്ല, ആത്മാവിനെ നേരിട്ട് വിളിച്ചു വരുത്തി പ്രതി ആരാണെന്ന് തെളിയിച്ചു തരും. ഇപ്പൊ അയാൾ ഇവിടെ വരും. ദേ കാണ്. അല്ല സുഹൃത്തെ, ഞാൻ പറഞ്ഞ കേക്ക്. രാവിലെ മുതൽ എന്റെ കൂടെ കൂടിയതാണല്ലോ. ഇന്നലെ ഞാൻ വിളിച്ചു വരുത്തി എന്ന് പറഞ്ഞത് ശരി തന്നെ. അത് ക്ഷമിക്ക്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞാൻ മേടിച്ചു തന്നത്. നീ എങ്കിലും പോകും പ്ലീസ്. ഓ ആ ഓക്കെ, ബൈ ബൈ. നിങ്ങൾ ആരോടെ സംസാരിക്കുന്നത്? ഞാൻ ഇന്നലെ ഒരു ആത്മാവിനെ വിളിച്ചു വരുത്തിയായിരുന്നു. അവൻ പോയില്ലായിരുന്നു. ഇപ്പൊ അവനെ പറഞ്ഞു വിട്ടോളി. ഗീത, ഇതാണോ ഹോജോ ബോർഡിന്റെ ആള്? അതെ. ഞാൻ വിശ്വസിക്കില്ല. കണ്ടാ പറയില്ല അദ്ദേഹത്തിനെ കണ്ടാൽ. വിശ്വസിക്കുകയല്ലേ? ഇല്ല. ഇതാരാ? അത് ദൃശ്യത്തില് ലാലേട്ടൻ. ഇതോ? അത് മീന. അതോ? ഇത് സിദ്ദീഖ്. കണ്ടറിഞ്ഞൂടെ? അധികാരത്തിന്റെ ഗർഭവും. ഇതൊക്കെ വിശ്വസിക്കാമെങ്കിൽ ഞാൻ ഓജോ ബോർഡുകാരനാണെന്ന് വിശ്വസിക്കാം എല്ലാവർക്കും. നിങ്ങൾ ഒത്തിരി ആത്മാക്കളെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇഷ്ടം പോലെ കണ്ടമാന ആത്മാക്കളെ ഞാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേറൊരു പണി തരാം. എന്ത് പണി? പണ്ട് എന്റെ അപ്പൂപ്പൻ ഒരു കിണ്ടി കളഞ്ഞു കിട്ടി. സ്വർണ്ണ കിണ്ടി. ഈ കിണ്ടി കിട്ടിയ മാത്രമേ തന്നെ അപ്പൂപ്പൻ മരിച്ചുപോയി. ഇപ്പോ ഈ കിണ്ടി എവിടെ ഉണ്ടെന്ന് അപ്പൂപ്പന്റെ ആത്മാവിന് മാത്രമേ അറിയൂ. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾക്ക് അപ്പൂപ്പന്റെ ആത്മാവിനെ വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചോളൂ. എന്റെ അപ്പൂപ്പന്റെ കിണ്ടിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഇയാളെ വിളിച്ചു വരുത്തിയത്. എന്റെ വരുണിന്റെ കാര്യത്തിനാ. വരുണിന്റെ കിണ്ടിയാണോ? അല്ല, വരുണ് എവിടാന്ന് അറിയാൻ വേണ്ടി. ആണോ? അതെ. അത് ഇപ്പൊ തന്നെ കണ്ടുപിടിക്കാലോ. ആഹാ, അത് കൊള്ളാം കേട്ടോ. ഞാൻ ഒരു 500 അങ്ങീട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ 500 കിട്ടും. എന്നാ ഞാൻ ഇത് പോക്കറ്റിൽ. ഇത് എന്നാന്ന് ഓർത്താ ഇരുന്നേ? ഇത് കട്ടയപ്പടമല്ലേ? കട്ടമ്പടം. ഇത് ഓരോ ബോർഡാണ്. ഇപ്പൊ തന്നെ കണ്ടുപിടിക്കും. ഇതാണ് ലൊക്കേഷൻ. അപ്പൊ ഷൂട്ടിംഗ് എപ്പോ തുടങ്ങും? ഷൂട്ടിങ്ങോ? എടാ, ഇതാണ് ഈ ഓരോ ബോർഡിലാണ് ഈ ആത്മാവ് വന്ന് നിൽക്കുന്നത്. ആ ലൊക്കേഷൻ എന്നാ പറഞ്ഞത്. ഇതിലാണ് സ്പിരിറ്റ് വരുന്നത്. സ്പിരിറ്റ് എന്താ? ഇത് വാളയാർ ചെക്ക് പോസ്റ്റ് ആണോ? ഞാൻ പോവാടാ. ഈ കളി ഞാൻ നിർത്തി. അല്ല, അങ്ങനെ പോവല്ലേ. അല്ല, അങ്ങനെ പോവല്ലേ. ചുമ്മാ മനുഷ്യനെ വിളിച്ചു വരുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഒന്ന് കണ്ടുപിടിക്കുക. പോട്ട് ക്ഷമിക്കുക. മര്യാദയ്ക്ക് ഇരുന്നോണം. പിന്നെ ഒരാൾ പോലും ശബ്ദിക്കരുത്. സൈലന്റ് ആയിട്ടിരിക്കണം. ആത്മാവിന് വരാനുള്ളതാണ്. ദൈവത്തെ ഓർത്ത് സൈലന്റ് ആയിട്ടിരിക്കണം. ഗുഡ് സ്പിരിറ്റ്, ഗുഡ് സ്പിരിറ്റ്, അല്ല, ഗുഡ് സ്പിരിറ്റ്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ ഗുഡ് സ്പിരിറ്റ് എന്തുവാ? നല്ല ആത്മാവ്. പിന്നെ കുളിമുറിയിൽ എത്തിയോക്കിയവനല്ലേ നല്ല ആത്മാവ്. നിങ്ങൾ പറയലേ പൊക്ക് നമ്മളെ. ഗുഡ് സ്പിരിറ്റ്, പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ്, പ്ലീസ് കം. പ്ലീസ് കം. പ്ലീസ് കം. പ്ലീസ് കം. പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ്. ഗുഡ് സ്പിരിറ്റ്, പ്ലീസ് കം ഓൺ. ഗുഡ് സ്പിരിറ്റ് വെടിക്കട്ടി. ഇതാര്? ഞങ്ങള് പറഞ്ഞില്ലേ ഗുഡ് സ്പിരിറ്റ് വേണം. ഗുഡ് സ്പിരിറ്റ് എന്ന് ഞാൻ ആത്മാവിനെ വിളിച്ചു വരുത്തിയതാ. ഇതടിച്ച് ആത്മാവ് പോകുമ്പോ കണ്ണു പഠിച്ചു പോകും.
ഞാൻ ഇവിടെ നിൽക്കുമ്പോ നീയൊക്കെ സ്പിരിറ്റ് എടുത്തോ അല്ലേ? അയ്യോ പോലീസായി പ്രഭേ, തൂക്കിയിട്ട് തകത്തിട്. ആദ്യം ഇനി ഈ കേസ് തെളിയിക്കാം. അപ്പൊ നമ്മുടെ വരുണിന്റെ കേസിന്റെ കാര്യം അത് ദൃശ്യം 3-ല് യു ആർ അണ്ടർ അറസ്റ്റ്. കാട്ടിരുന്ന് പാട്ടിക്കൊണ്ട് എന്നെ വിളിച്ചു വരുത്തിയത് ആരാടാ? ഞാനാ അമ്മായി. അയ്യോ. ജാമ്യം കിട്ടി ഞാൻ തിരിച്ചു വന്നിട്ട് ബാക്കി ബാ പോച്ചാരി നമുക്ക് പോകാം.